പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. ഇന്ന് അല്പനേരത്തെ ധ്യാന ചിന്തയ്ക്കായി നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 35-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ്. വേദഭാഗം ഇങ്ങനെ ഒന്ന് വായിക്കാം. അനന്തരം ദൈവം യാക്കോബിനോട്, നീ പുറപ്പെട്ട് ബഥേലിൽ ചെന്ന് പാർക്കുക. നിന്റെ സഹോദരനായ ഏശാവിൻ്റെ മുമ്പിൽ നിന്ന് നീ ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുക എന്ന് കൽപ്പിച്ചു. പ്രിയ സഹോദരങ്ങളെ, നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ യാക്കോബ് പിതാവായ ഇസഹാക്കിൽ നിന്ന് അനുഗ്രഹങ്ങളും ഏശാവിനെ ചതിച്ച് ജ്യേഷ്ഠാവകാശവും ഒക്കെ നേടി അമ്മയുടെ ഉപദേശപ്രകാരം അവിടെ നിന്ന് മാതൃസഹോദരനായ ലാബാൻ്റെ ഭവനത്തിലേക്ക് ഓടിപ്പോയി അവിടെ അദ്ദേഹത്തിൻ്റെ മക്കളെ വിവാഹം കഴിച്ച് അവിടെ അങ്ങനെ പാർക്കുകയാണ്. അവിടെ ഏതാണ്ട് 20 വർഷത്തോളം പാർത്തതിന് ശേഷമാണ് അദ്ദേഹം ലാബാനുമായി അത്ര സുഖകരമല്ലാത്ത ഒരവസ്ഥയിലല്ലാതെ അദ്ദേഹം മടങ്ങി സ്വദേശത്തേക്ക് എത്താൻ തീരുമാനിക്കുന്നത്. ലാബാന്റെ സമീപത്തേക്ക് ഇദ്ദേഹം ഓടിപ്പോകുമ്പോൾ തന്നെയാണ് ബർഷേബയിൽ നിന്ന് പുറപ്പെട്ട് ഹാരാനിലെത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു, നേരം വൈകി എന്നുള്ളത് കൊണ്ട് അവിടെ വിശ്രമിക്കുന്നതിന് വേണ്ടി യാക്കോബ് ഒരു കല്ല് തലയിണയായി എടുത്ത് വെച്ച് ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് അവിടെ വെച്ച് ഒരു ദർശനം യാക്കോബിനുണ്ടാകുന്നത്. സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോവണി അദ്ദേഹം കാണുകയും അതിലൂടെ മാലാഖമാർ ഇറങ്ങുന്നതും കയറുന്നതും അദ്ദേഹം കാണുകയും ചെയ്യുന്നു. അതുകൊണ്ട് അവിടെ തന്നെ ആ കല്ല് നാട്ടി അതിൽ എണ്ണയൊഴിച്ച് അവിടെ യാഗമർപ്പിച്ചതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ യാക്കോബ് ലാബാന്റെ സമീപത്തേക്ക് യാത്ര പുറപ്പെടുന്നത്. ഇതിന് ശേഷം ലാബാനിൽ നിന്ന് മടങ്ങി ഏശാവിൻ്റെ സമീപത്തേക്ക് സ്വഗ്രഹത്തിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്ന യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം യാക്കോബ് മടങ്ങി വന്ന് ശേഖേമിൽ പാളയമടിച്ച് താമസിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ഈ കൽപ്പനയുണ്ടാകുന്നത്. നീ പുറപ്പെട്ട് ബഥേലിൽ ചെന്ന് പാർക്കുക. നിന്റെ സഹോദരനായ ഏശാവിൻ്റെ മുമ്പിൽ നിന്ന് നീ ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം പണിയുക. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ ഈ വചനഭാഗം ഏറെ ധ്യാനത്തോടുകൂടി നാം സമീപിക്കേണ്ടതാണ് എന്ന് എനിക്ക് തോന്നുന്നു. കാനാനിലേക്ക് എത്തി കാനാനിൻ്റെ പ്രാന്തപ്രദേശമായ ശേഖേമിൽ പാളയമടിച്ച് താമസിക്കുമ്പോൾ കർത്താവ് യാക്കോബിനോട് പറയുന്നു, നീ ബഥേലിലേക്ക് മടങ്ങി വരിക. ബഥേൽ എന്ന് വെച്ചാൽ ആ വാക്കിൻ്റെ അർത്ഥം തന്നെ ദൈവഭവനം എന്നാണ്. സഹോദരങ്ങളെ, അപ്പോൾ നാം ഒന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. യാക്കോബിനുള്ള വിളി ദൈവഭവനത്തിലേക്ക് മടങ്ങി വരാനുള്ള വിളിയാണ്. മാത്രമല്ല, യാക്കോബ് ഇപ്പോൾ മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ പോലും യാക്കോബ് ഇപ്പോൾ താമസിക്കുന്നത് ശേഖേമിലാണ്. ആത്മീയ ഉറക്കമാകുന്ന ശേഖേമിൽ നിന്ന് ദൈവഭവനത്തിലേക്ക് കർത്താവ് യാക്കോബിനെ വിളിക്കുകയാണ്. കാരണം ശേഖേം എന്ന് പറയുന്ന പട്ടണം നമുക്കറിയാം, ശേഖേമിൽ ദുർനടപ്പും വിഗ്രഹാരാധനയും ഒക്കെ ഉള്ള ഒരു പട്ടണമാണ്. ഈ പട്ടണത്തിൽ പാളയമടിച്ച് താമസിക്കുന്ന യാക്കോബിനോടാണ് കർത്താവ് അരുളി ചെയ്യുന്നത്, നീ ശേഖേമിൽ നിന്ന് ബഥേലിലേക്ക് മടങ്ങി വരിക. നിന്റെ ജീവിതത്തിൻ്റെ അശുദ്ധിയാർന്ന വിഗ്രഹങ്ങളിൽ നിന്ന്, ദുർനടപ്പിൽ നിന്ന് നീ സഹോദര തീർച്ചയായും നീ ബഥേലിലേക്ക്, ദൈവഭവനത്തിലേക്ക് മടങ്ങി വരേണ്ടതുണ്ട്. അപ്പോൾ ദൈവാനുഗ്രഹത്തിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൃപകളിലേക്ക് നീ കടന്നു വരണമെന്നുണ്ടെങ്കിൽ ഒന്നാമതായി കർത്താവ് നിന്നെ വിളിക്കുന്നത് ബഥേലിലേക്ക് മടങ്ങി വരിക എന്നുള്ളതാണ്. നീ ആയിരിക്കുന്ന നിന്റെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന വിഗ്രഹങ്ങൾ ഏതെല്ലാമാണ്? നിന്റെ മനസ്സിൽ നീ കൊണ്ടു നടക്കുന്ന ദുർനടപ്പുകൾ എന്തെല്ലാമാണ്? ഈ ദുർനടപ്പുകളിൽ നിന്നെല്ലാം നീ ദൈവഭവനത്തിലേക്ക് മടങ്ങി വരണമെന്നുണ്ടെങ്കിൽ സഹോദര തീർച്ചയായും ബഥേലിലേക്ക് മടങ്ങി വരണമെന്നുണ്ടെങ്കിൽ ഉള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന വിഗ്രഹങ്ങളെ മുഴുവൻ തച്ചുടച്ച് കളയണം എന്ന് തന്നെയാണ് കർത്താവ് യാക്കോബിന് കൊടുക്കുന്ന പ്രധാനപ്പെട്ട കൽപ്പനകളിലൊന്ന്. ഇത് വർത്തമാനകാല ജീവിതവുമായി നമ്മളുമായി ഒന്ന് ബന്ധപ്പെടുത്തി നോക്കുക സഹോദരങ്ങളെ. നാം ഇന്ന് ജീവിക്കുന്ന ആ ശേഖേമിൻ്റെ ആത്മീയ ഉറക്കത്തിൻ്റെ അവസ്ഥകളേതെല്ലാമാണ്? ആ അവസ്ഥയിൽ നിന്ന് തീർച്ചയായും ബഥേലിലേക്ക് നീ മടങ്ങി വരണം.
എങ്കിൽ ദൈവ അനുഗ്രഹത്തിലേക്ക് പലപ്പോഴും പല സഹോദരങ്ങളും പരിഭവം പറയാറുണ്ട്, പരാതി പറയാറുണ്ട്. ഞാനിങ്ങനെ ഒരു പ്രാർത്ഥനാ വിഷയവുമായി എത്ര കാലമായി ഞാൻ പ്രാർത്ഥിക്കുന്നു, എന്തേ തമ്പുരാൻ എന്നോട് ഉത്തരം പറയുന്നില്ല, തമ്പുരാൻ എന്തേ അനുഗ്രഹത്തിൻ്റെ കരം എൻ്റെ നേരെ നീട്ടുന്നില്ല, എന്തേ അവൻ വാഴ്വിൻ്റെ കരം എൻ്റെ കുടുംബത്തിൻ്റെ മേൽ മാത്രം വയ്ക്കുന്നില്ല. ഈ പരാതികളൊക്കെ പറയുമ്പോൾ സഹോദര, ഈ വചനം കേൾക്കുമ്പോൾ നീ ഒന്ന് ധ്യാനിക്കുക. നീ ഇപ്പോൾ താമസിക്കുന്നത് അല്ലെങ്കിൽ നീ ഇപ്പോൾ നിലനിൽക്കുന്നത് ശേഖേമിൻ്റെ ഒരവസ്ഥയിലാണോ? നിന്റെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ നീ ഇപ്പോൾ കരുപ്പിടിപ്പിക്കുന്നത് ശേഖേമിൻ്റെ അവസ്ഥയിൽ നിന്നാണെങ്കിൽ ഈ വചനം കേൾക്കുമ്പോൾ നിന്നെ വിളിക്കുന്നു, നീ ശേഖേമിൽ നിന്ന് ബഥേലിലേക്ക് മടങ്ങി വരിക. കാരണം ഇവിടെ യാക്കോബ് ലാബാന്റെ സമീപത്ത് നിന്ന് മടങ്ങിപ്പോരുമ്പോൾ ഭാര്യമാർ അവിടെ നിന്ന് ഗ്രഹബിംബങ്ങളും മറ്റുമെല്ലാം മോഷ്ടിച്ചുകൊണ്ടാണ് വരുന്നത്. പക്ഷേ നാം ഇവിടെ വചനത്തിൽ വായിക്കുന്നുണ്ട്, 35-ാം അധ്യായം തുടർന്ന് വായിക്കുമ്പോൾ നമുക്കറിയാം, അവർ ബഥേലിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാവരും കുളിച്ച് ശുദ്ധീകരിച്ച് വസ്ത്രം മാറി അവർ മോഷ്ടിച്ചു കൊണ്ടുവന്ന ഗ്രഹബിംബങ്ങളെല്ലാം അവിടെ ഒരു കരിവേലകത്തിൻ്റെ ചുവട്ടിൽ കുഴിച്ചിട്ടിട്ടാണ് ദൈവഭവനത്തിലേക്ക് പ്രവേശിക്കുക. സഹോദര, തീർച്ചയായും ബഥേലിലേക്ക് ദൈവഭവനത്തിലേക്ക് നീ കടക്കണമെന്നുണ്ടെങ്കിൽ നീ വിശുദ്ധിയോടുകൂടി കുളിച്ച് വസ്ത്രം മാറി നിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഗ്രഹബിംബങ്ങളെല്ലാം നീ അതിരിൽ കുഴിച്ചിട്ടതിന് ശേഷം ദൈവഭവനത്തിലേക്ക് കടന്നു വരാൻ. ഒന്നാമതായി കർത്താവ് സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ്. നീ ബഥേലിലേക്ക് മടങ്ങി വരണമെന്നുണ്ടെങ്കിൽ ശേഖേമാകുന്ന ആത്മീയ ഉറക്കത്തിൽ നിന്നൊന്ന് ഉണരേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നീ ഇപ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ സഹോദര സഹോദരി ധ്യാനിക്കണേ, നീ ആത്മീയ ഉറക്കത്തിലാണോ? പണ്ട് എത്ര ഉണർവോടുകൂടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, ഇപ്പോൾ എനിക്ക് അങ്ങനെ പ്രാർത്ഥിക്കാനാവുന്നില്ലല്ലോ. ഈ പരിഭവമാണോ നിൻ്റെ മനസ്സിലുള്ളത്? നിൻ്റെ മനസ്സിൽ ആസക്തികളും ഇച്ഛകളും ഇഷ്ടങ്ങളുമൊക്കെയാണോ നിന്നെ കീഴടക്കിയിട്ടുള്ളത്? എങ്കിൽ തീർച്ചയായും നീ ഒരു ശേഖേമിൻ്റെ അവസ്ഥയിൽ തന്നെയാണ്, ആത്മീയമായ ഒരു ഉറക്കത്തിൽ തന്നെയാണ്. ഈ ദേവാലയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കൗദാശിക ജീവിതവുമായൊക്കെ ബന്ധപ്പെട്ട് എനിക്ക് എത്രമാത്രം സാമീപ്യമുണ്ട്, എനിക്ക് എത്രമാത്രം സമ്പർക്കമുണ്ട്, ഇതിനോട് നീ സഹവർത്തിത്വവും സമ്പർക്കവും പുലർത്തുന്നില്ലെങ്കിൽ, അതിനോട് നീ നിന്നെ തന്നെ സമർപ്പിക്കുന്ന ഒരു ആത്മാർപ്പണം നടത്തുന്നില്ല എങ്കിൽ തീർച്ചയായും സഹോദര നീ തിരിച്ചറിയണം, നീ ശേഖേമിൻ്റെ ഒരു ആത്മീയ ഉറക്കത്തിൽ തന്നെയാണ്. ഈ ആത്മീയ ഉറക്കത്തിൽ നിന്ന് ബഥേലിലേക്ക് ഉള്ള വിളി, ദൈവഭവനത്തിലേക്കുള്ള വിളി തീർച്ചയായും എന്നെയും നിന്നെയും കാത്തിരിക്കുന്നു. അപ്പോഴാണ് വാഴ്വിൻ്റെ കരം അവൻ എൻ്റെ മേൽ വയ്ക്കുക, അപ്പോഴാണ് അനുഗ്രഹത്തിൻ്റെ കരം എൻ്റെ ഭവനത്തിന്മേൽ ഉണ്ടാവുക. അതുകൊണ്ട് ബഥേലിലേക്കുള്ള വിളിയെ നമുക്കിന്ന് ഈ വചന കേൾവിയിലൂടെ നമുക്ക് സ്വീകരിക്കാം. രണ്ടാമതായി യാക്കോബിനോട് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം ഇതാണ്. ബഥേലിലേക്ക് നാം കടന്നു വരണമെന്നുണ്ടെങ്കിൽ സഹോദര നമ്മളൊന്ന് കരുതുക, ഒരു പെരുവേൽ അനുഭവം അവിടെ പിന്നിടേണ്ടതുണ്ട്. നോക്കുക, ഇവിടെ ഏശാവിനെ വഞ്ചിച്ചാണ് അല്ലെങ്കിൽ ഏശാവിനെ ചതിച്ചാണ് യാക്കോബ് ജ്യേഷ്ഠാവകാശവും പിതാവിൽ നിന്നുള്ള അനുഗ്രഹങ്ങളും കരസ്ഥമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏശാവ് തൻ്റെ അനുജനോട് എത്രമാത്രം ദേഷ്യത്തോടെയാണ് കഴിഞ്ഞിരുന്നത്. അനുജനെ കൊല്ലുമെന്നൊരവസ്ഥ വന്നപ്പോൾ തന്നെയാണ് ഇവൻ അമ്മയുടെ നിർദ്ദേശപ്രകാരം മാതൃസഹോദരനായ ലാബാൻ്റെ സമീപത്തേക്ക് ഓടിപ്പോകുന്നത്. അമ്മ പറയുന്നുണ്ട് അവിടെ, എനിക്ക് രണ്ടുപേരും നഷ്ടപ്പെടരുതല്ലോ, അതുകൊണ്ട് നീ ഓടിപ്പോവുക നിൻ്റെ അമ്മാവൻ്റെ അടുത്തേക്ക് തന്നെ. അതുകൊണ്ടാണ് അവൻ ലാബാൻ്റെ അടുത്തേക്ക് പോകുന്നത്. അപ്പോൾ ഏശാവ് അത്രയേറെ പക യാക്കോബിനോട് വെച്ച് പുലർത്തുന്നുണ്ട്. കാരണം തനിക്ക് അർഹതപ്പെട്ട, തനിക്ക് അവകാശപ്പെട്ടിരുന്ന ജ്യേഷ്ഠാവകാശം അത് കേവലം ഒരു പായസത്തിൻ്റെ പേരിൽ അനുജന് വേണ്ടി അടിയറ വയ്ക്കേണ്ടി വരുന്നു. അതോടൊപ്പം അച്ഛനെ വഞ്ചിച്ച് അച്ഛനിൽ നിന്ന് മൂത്തപുത്രന് കിട്ടേണ്ട അനുഗ്രഹവും ഇവൻ കരസ്ഥമാക്കുന്നു. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ പകയോടുകൂടിയാണ് ഇരിക്കുക. അന്ന് ആ ചതിയിലൂടെയാണ് യാക്കോബ് അനുഗ്രഹങ്ങളെല്ലാം വാങ്ങിയത് എങ്കിൽ ഇപ്പോൾ ഏശാവിനെ കാണുന്നതിന് വേണ്ടി, ഏശാവിനോട് രമ്യതപ്പെടുന്നതിന് വേണ്ടി, ഏശാവിനോട് അനുരഞ്ജനപ്പെടുന്നതിന് വേണ്ടി മടങ്ങി വരുന്ന യാക്കോബിൻ്റെ ചിത്രമാണ് നമ്മളിവിടെ കാണുക. സഹോദര, തീർച്ചയായും നമ്മളൊന്ന് ചിന്തിക്കുക. അതുകൊണ്ട് തന്നെ ബഥേലിലേക്ക് നീ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ, ബഥേലിലേക്കുള്ള വിളി നിനക്ക് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ നിൻ്റെ ജീവിതത്തിലും ഒരു പെനുവേൽ അനുഭവം യഥാർത്ഥത്തിൽ ആവശ്യമാണ്. ദൈവമുഖം നീ ദർശിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പെനുവേൽ അനുഭവത്തിലൂടെ കടന്നു മാത്രമേ തീർച്ചയായും ദൈവമുഖത്തിലേക്ക് നിനക്ക് കടന്നെത്താനാകൂ എന്ന് നീ തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം ഏശാവ് യാക്കോബുമായി രമ്യതപ്പെടുന്നത് തീർച്ചയായും സഹോദരനുമായുള്ള രമ്യതപ്പെടൽ എന്ന് പറയുന്നത് വചനഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. തീർച്ചയായും നമ്മൾ ഇങ്ങനെ തന്നെയാണ് വായിക്കുക, ദൈവത്തിൻ്റെ മുഖം കാണുന്നത് പോലെ ഞാൻ നിൻ്റെ മുഖം കാണുകയും നിനക്കെന്നോട് ദയ തോന്നുകയും ചെയ്തുവല്ലോ എന്നാണ് യാക്കോബ് പറയുക.
സഹോദര, തീർച്ചയായും സഹോദരൻ്റെ മുഖം കാണുമ്പോൾ നീ തിരിച്ചറിയുക, നീ അവിടെ കാണുന്നത് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ മുഖം തന്നെയാണ്. അവിടെ നീ കാണുന്നത് ദൈവത്തിൻ്റെ മുഖം തന്നെയാണ്. അതുകൊണ്ട് സഹോദരനുമായി അനുരഞ്ജനപ്പെടുന്നതിലൂടെയാണ്, സഹോദരനുമായി രമ്യതപ്പെടുന്നതിലൂടെയാണ് തീർച്ചയായും ദൈവമുഖം നിനക്ക് ദർശിക്കാനാവുക എന്ന് തിരിച്ചറിയുക. സഹോദരൻ്റെ മുഖത്ത് ദൈവമുഖം ദർശിക്കാൻ ആവുന്നതാണ് പെനിയേൽ അനുഭവം എന്ന് പറയുക. ഈ പെനിവേൽ അനുഭവം കൂടി കഴിഞ്ഞാൽ മാത്രമേ തീർച്ചയായും നിനക്ക് ബഥേലിലേക്ക് പ്രവേശനമുള്ളൂ. യാക്കോബ് ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠം ഇതാണ്. നമ്മളൊക്കെ നോക്കുക, നമ്മളുടെ ഈ കൊച്ചു ജീവിതത്തിൽ, പ്രത്യേകിച്ചും ഇന്ന് ഈ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ സഹോദരനുമായുള്ള നമ്മളുടെ ബന്ധങ്ങൾ എങ്ങനെയാണ് നമ്മൾ ധ്യാനപൂർവ്വം ചിന്തിക്കേണ്ടതാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു സഹോദരൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എൻ്റെ അടുത്ത് വന്നു. സഹോദരൻ പ്രാർത്ഥനയെക്കുറിച്ച് വലിയ വർത്തമാനങ്ങളൊക്കെയാണ് എന്നോട് പങ്കുവെച്ചത്. വളരെയേറെ പ്രാർത്ഥിക്കുന്നു. പക്ഷേ പ്രാർത്ഥനയ്ക്കൊന്നും ഉത്തരം കിട്ടുന്നതായി എനിക്ക് തോന്നുന്നില്ല. ഇതാണ് അദ്ദേഹത്തിന് പങ്കുവെക്കാനുള്ളത്. ഒടുവിൽ അദ്ദേഹവുമായി തുറന്നിങ്ങനെ സംസാരിച്ച് വന്നു കഴിയുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുക, 7 വർഷമായി അദ്ദേഹം സഹോദരനുമായി രമ്യതയിലല്ല. 7 വർഷമായി സഹോദരനുമായി അനുരഞ്ജനത്തിലല്ല. എന്താ പ്രശ്നം? ഈ പ്രശ്നത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോഴാണ് ഭൗതികമായ എന്തെങ്കിലും ഒരല്പം പ്രശ്നങ്ങളുടെ പേരിൽ. ഇതൊരു 1/2 സെൻറ്റ് സ്ഥലത്തിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. 1/2 സെൻറ്റ് സ്ഥലത്തിൻ്റെ പ്രശ്നത്തിൻ്റെ പേരിൽ 7 വർഷമായി സഹോദരന്മാർ തമ്മിൽ അനുരഞ്ജനത്തിലല്ല. പരസ്പരം അവർ മിണ്ടുന്നു പോലുമില്ല. കുഞ്ഞുങ്ങൾ പോലും തമ്മിൽ സഹവർത്തിത്വമില്ല. എന്നിട്ടാണ് നമ്മളൊക്കെ ദൈവസന്നിധിയിൽ വന്ന് ഇരുന്ന് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥനയെ എങ്ങനെയാണ് ദൈവസന്നിധിയിലേക്ക് ഉയരുക? നമ്മളൊന്ന് ധ്യാനിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരൻ്റെ മുഖത്ത് ദൈവമുഖം ദർശിക്കുവാൻ നിനക്ക് കഴിയുന്നിടത്ത് നിന്ന് നിനക്ക് ബഥേലിലേക്ക് പ്രവേശനമുള്ളൂ. അവിടെ നിനക്ക് ദൈവഭവനത്തിലേക്ക് പ്രവേശനമുള്ളൂ. ഇതാണ് യാക്കോബിൻ്റെ പാഠം നമ്മളെ പഠിപ്പിക്കുന്നത്. സഹോദരനിൽ ദൈവത്തെ കാണാനാവുക. എനിക്കറിയാം അതുപോലെ മറ്റൊരു സഹോദരൻ, ഞങ്ങളുടെ ശുശ്രൂഷകളുമൊക്കെയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സഹോദരൻ തന്നെയാണ്. അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന കുറച്ച് സ്ഥലമാണ്, ആദായം കിട്ടിക്കൊണ്ടിരുന്ന കുറച്ച് സ്ഥലമാണ്. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ജീവിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ സ്ഥലത്തിന് ഒരു സഹോദരൻ അവകാശം പറഞ്ഞ് ഇത്തിരി കാർക്കശ്യത്തോടുകൂടി അദ്ദേഹം സമീപിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളെപ്പോലും അമ്പരപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം അത് നിരുപാധികം ആ സ്ഥലം മുഴുവൻ ഈ സഹോദരൻ അങ്ങ് വിട്ടുകൊടുത്തു. സഹോദരൻ പറഞ്ഞു, എന്നിട്ട് എനിക്ക് കർത്താവ് തന്നാലല്ലാതെ മറ്റാര് തന്നാലാണ് ഉണ്ടാവുക? അതുകൊണ്ട് ഈ സ്ഥലം മുഴുവൻ ഇതാ അങ്ങെടുത്തുകൊള്ളൂ, എനിക്കൊന്നും വേണ്ട. അദ്ദേഹം എന്നിട്ട് ഒന്നുമില്ലാത്തവനായി, നിസ്വനായി, സ്വന്തമായി താമസിക്കാൻ ഒരു വീടല്ലാതെ മറ്റൊരു വരുമാനവുമില്ലാതെ കുറേ കാലം ഞങ്ങളോടൊപ്പമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോഴാണ് വളരെ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഭവനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടായത്. ഒരിക്കലും ഞങ്ങളാരും പ്രതീക്ഷിക്കാതിരുന്ന ഒരു മുഹൂർത്തത്തിലാണ് അദ്ദേഹത്തിന് വളരെ ശ്രേഷ്ഠമായ വലിയൊരു ജോലി അദ്ദേഹത്തിന് വിളിച്ചു കൊടുത്തു എന്നുള്ളതുപോലെ തന്നെ. കാര്യം ഒരു പ്രൈവറ്റ് ഫേമിലാണെങ്കിൽ പോലും വലിയൊരു ജോലിയിലേക്ക്, ഇന്ന് വളരെ മാന്യമായി ജീവിക്കാവുന്ന നല്ല ശമ്പളമുള്ള ഒരു ജോലിയിലേക്ക് അദ്ദേഹം പ്രവേശിക്കാനിട വന്നിരിക്കുന്നു. ഞങ്ങളോടൊപ്പം ശുശ്രൂഷ ചെയ്യുന്ന ഞങ്ങളുടെ ഒരു കൂട്ടുവേലക്കാരൻ തന്നെയാണ്. നോക്കുക, നിരുപാധികമായി സഹോദരന് വേണ്ടി താൻ ചേർത്ത് വെച്ചത് അങ്ങ് വിട്ടുകൊടുക്കാൻ തയ്യാറായപ്പോൾ അനുഗ്രഹത്തിൻ്റെ കരം എത്ര ശക്തമായാണ് അദ്ദേഹത്തിൻ്റെ മേലുണ്ടായത് എന്ന് നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് തീർച്ചയായും സഹോദര, ഞാൻ പറയട്ടെ, സഹോദരനെ വേദനിപ്പിച്ചുകൊണ്ട് സഹോദരനുമായി അനുരഞ്ജനപ്പെടാത്ത നിൻ്റെ പ്രാർത്ഥനകളൊന്നും ദൈവസന്നിധിയിലേക്ക് ഒരിക്കലും ഉയർന്നു ചെല്ലില്ല എന്ന് തന്നെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരൻ്റെ മുഖത്ത് ദൈവമുഖം ദർശിക്കുന്നതാണ് യഥാർത്ഥത്തിൽ പെനിയേൽ അനുഭവം. ആ പെനിയേൽ അനുഭവത്തിലൂടെയാണ് ബഥേലിലേക്കുള്ള പ്രവേശനം യാക്കോബിന് സാധ്യമാകുന്നത്. പെനിയേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, ഫേസ് ഓഫ് ഗോഡ്, ദൈവമുഖം എന്ന് തന്നെയാണ്. യാബോക്കിൻ്റെ കടൽ തീരം കടന്നു കഴിയുമ്പോൾ യാബോക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം പകരുക എന്ന് തന്നെയാണ്. സ്വയം നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ പകർന്നു കൊടുക്കുമ്പോഴേ നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ എളിമപ്പെടാനും അവരുടെ മുമ്പിൽ നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കുവാനും ഒക്കെ കഴിയും. അപ്പോഴാണ് ദൈവസന്നിധിയിലും നമ്മുടെ പ്രാർത്ഥനകൾ തീർച്ചയായും സ്വീകാര്യമായി മാറുക. അതുകൊണ്ട് സഹോദരനുമായി രമ്യതപ്പെടാൻ കഴിയണം. അതാണ് വളരെ പ്രധാനമായി രണ്ടാമതായി നാം ചിന്തിക്കേണ്ടത്. മൂന്നാമത് നാം ചിന്തിക്കുക, മൂന്നാമതായി ഇവിടെ യാക്കോബിനോട് വിളിക്കുന്നത്, യാക്കോബിനോട് കർത്താവ് പറയുന്നത് ബഥേലിൽ വന്ന് പാർക്കുക എന്നുള്ളതിന് ശേഷം പറയുന്നത് ഇതാണ്, അവിടെ നീ യാഗമർപ്പിക്കുക എന്ന് തന്നെയാണ്. ബഥേലിൽ നീ യാഗമർപ്പിക്കുക. ബഥേലിലേക്കുള്ള വിളി എന്ന് പറയുന്നത് യാഗാർപ്പണത്തിനുള്ള വിളി കൂടിയാണ്.
നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പഴയ നിയമ പുസ്തകങ്ങൾ നമ്മൾ പഠിച്ചു വരുമ്പോൾ അറിയാം, എബ്രാഹാം എവിടെയെല്ലാമാണോ കൂടാരമടിച്ചിരുന്നത്, ഈ കൂടാരമടിച്ചിരുന്ന എല്ലാ സ്ഥലങ്ങളിലും ആദ്യം ഒരു ബലിപീഠം പണിയുകയും അവിടെ യാഗമർപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാണ് നാം പഠിക്കുക. സഹോദരങ്ങളെ നോക്കുക, യാക്കോബിനെയും ഇവിടെ വിളിക്കുന്നത് ബേഥേലിലേക്ക് നീ ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം പണിത് അവിടെ യാഗമർപ്പിക്കുക എന്നാണ്. സഹോദരങ്ങളെ, നാം തിരിച്ചറിയുക, പുതിയ നിയമത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നാം യാഗമായി അർപ്പിക്കുന്നത് ഓരോ ഞായറാഴ്ചകളിലും ദേവാലയങ്ങളിൽ നടക്കുന്ന വിശുദ്ധ കുർബാനയാണല്ലോ. ഈ കുർബാനയിൽ എത്രമാത്രമുണ്ട് നിൻ്റെ സാന്നിധ്യം, എത്രമാത്രമുണ്ട് നിൻ്റെ പങ്കാളിത്തം? ധ്യാനപൂർവം നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നമ്മളെ തന്നെ ഒരു യാഗമായി ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നുണ്ടോ? നമ്മൾ ധ്യാനപൂർവം ഇന്ന് ഇരുന്നു കൊടുക്കേണ്ടതുണ്ട്. പണ്ട് സഭയുടെ ആദിമ കാലഘട്ടത്തിൽ നമ്മളിങ്ങനെ പഠിക്കുന്നുണ്ട്, വിശ്വാസികൾ തന്നെയാണ് കുർബാനയ്ക്ക് വേണ്ട ഗോതമ്പപ്പവും വീഞ്ഞുമൊക്കെ കൊണ്ടുവന്നിരുന്നത് എന്ന്. അത്ര പങ്കാളിത്തം ആരാധനാ ജീവിതത്തിൽ അവർക്കുണ്ടായിരുന്നു. തങ്ങളെ തന്നെയും തങ്ങളുടെ അധ്വാന ഫലവും കൂടി ആരാധനയിലേക്ക് സമർപ്പിക്കുന്ന ഒരു രീതി അന്നുണ്ടായിരുന്നു എന്ന് നമുക്കതിലൂടെ കാണാൻ കഴിയും. ഇന്നോ സഹോദരങ്ങളെ, നമ്മളൊന്ന് ധ്യാനിച്ചു നോക്കുക. ഇന്ന് നമുക്ക് കേവലം ഇതൊരു അനുഷ്ഠാനമായി മാറുകയല്ലാതെ അതിനപ്പുറം നിൻ്റെ ആത്മാവിനെ തൊടുന്ന ഒരു അനുഭവമായി വിശുദ്ധ കുർബാന നിൻ്റെ ജീവിതത്തിൽ നിനക്ക് അനുഭവവേദ്യമായി മാറുന്നുണ്ടോ? ഇല്ലെങ്കിൽ നീ യാഗമർപ്പിക്കുന്നു എന്ന് പറയാനാവില്ല കേട്ടോ. നിൻ്റെ അധ്വാന ഫലത്തെ കൂടി, നിൻ്റെ സമ്പത്തിനെ കൂടി, നിന്നെ തന്നെ യാഗമായി ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുക. ഈ യാഗമായി സമർപ്പിക്കുമ്പോഴാണ് തീർച്ചയായും ദൈവസന്നിധിയിൽ അത് സ്വീകാര്യമായ ബലിയായി മാറുക. നമ്മളെ തന്നെ കാഴ്ചയായി അണപ്പിക്കുക. സഭാപിതാക്കന്മാർ അങ്ങനെ പാടുന്നുണ്ടല്ലോ, നമ്മളെ തന്നെ നമ്മളൊരു കാഴ്ചയായി ദൈവസന്നിധിയിൽ പകർന്നു കൊടുക്കുക. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കുക. അങ്ങനെ നിന്നെ തന്നെ ഒരു യാഗമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. അപ്പോഴാണ് നമ്മുടെ അഹത്തിൽ നിന്ന്, നമ്മുടെ സത്വബോധത്തിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് കടക്കാനാവുക. അതിനും നിനക്ക് കഴിയേണ്ടതുണ്ട് എന്ന് ഈ ഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം സഹോദര, നാലാമതായി നാം ചിന്തിക്കേണ്ടതുണ്ട്. ഇവിടെ യാക്കോബിനെ ബഥേലിലേക്കുള്ള വിളി എന്ന് പറയുമ്പോൾ അതൊരു പുതിയ പേരിനുള്ള വിളിയാണെന്ന് കൂടി നാം തിരിച്ചറിയണം. ബഥേലിനെ പിന്നീട് ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം മുതൽ നാം അവിടെ വിശേഷിപ്പിക്കപ്പെടുന്നത് ഏൽ ബഥേൽ എന്ന് തന്നെയാണ്. ഏൽ ബഥേൽ എന്ന് തന്നെയാണ്. ഇവിടെ നോക്കുക, ആളിനും സ്ഥലത്തിനും പേര് മാറിയിരിക്കുന്നു. യാക്കോബിനെ പിന്നീട് അറിയപ്പെടുന്നത് പെനിവേലിൽ വെച്ച് ദൈവവുമായി മുഖാമുഖം കണ്ടതിന് ശേഷം യാക്കോബിനെ പിന്നീട് അറിയപ്പെടുന്നത് ഇസ്രായേൽ എന്ന പേരിലാണ്. എൻ്റെ സഹോദര സഹോദരി, ഈ വചനം കേൾക്കുമ്പോൾ നമ്മളൊന്ന് ധ്യാനിക്കുക. നാം ഇത്ര നാളത്തെ നമ്മളുടെ ക്രിസ്തു അനുഭവം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു പുതിയ ദർശനം, അല്ലെങ്കിൽ ഒരു പുതിയ കാഴ്ചപ്പാട്, ഒരു പുതിയ പേര് എനിക്ക് രൂപീകരിക്കപ്പെടുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആധുനിക ഇസ്രായേലാണല്ലോ പുതിയ നിയമസഭ. നമുക്ക് എത്രമാത്രം നമ്മുടെ ദർശനങ്ങളിൽ, നമ്മുടെ കാഴ്ചപ്പാടുകളിൽ ക്രിസ്തു എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ലോകത്തിൻ്റെ അശുദ്ധിക്കും ലോകത്തിൻ്റെ ദുർനടപ്പുകളിൽ നിന്നും മാറി ഒരു ക്രിസ്തു അനുഭവത്തിൽ, ഒരു ക്രിസ്തു സാക്ഷ്യത്തിൽ എനിക്ക് എത്രമാത്രം നമുക്ക് നിലനിൽക്കുവാൻ കഴിയുന്നുണ്ട്. നമുക്ക് പലപ്പോഴും അതിന് കഴിയുന്നില്ല എന്നുള്ളത് ഒരു പരാജയമായി തന്നെ പലപ്പോഴും നമ്മൾ സമ്മതിക്കേണ്ടതല്ലേ സഹോദര? ഇവിടെയാണ് നാം തീർച്ചയായും തിരിച്ചറിയേണ്ടത്. യാക്കോബിനെ ഇവിടെ ദൈവം വിളിച്ചു കഴിയുമ്പോൾ അവിടെ വെച്ച് യാക്കോബിൻ്റെ പേര് മാറുന്നു. യാക്കോബ് എന്ന പേരിന് പകരം പിന്നീട് യാക്കോബ് അറിയപ്പെടുന്നത് ഇസ്രായേൽ എന്ന പേരിലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരി, വീണ്ടും ഞാൻ ആവർത്തിച്ച് ഇത് തന്നെ പറയട്ടെ, നാം ഇത്ര നാളത്തെ നമ്മളുടെ ക്രിസ്തു അനുഭവം കൊണ്ട്, ക്രിസ്തുവിൻ്റെ സ്വീകാര്യത കൊണ്ട് എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ എത്രമാത്രം നമ്മളുടെ ജീവിതത്തെ ക്രിസ്തു ഉടച്ചു വാർത്തിട്ടുണ്ട്. നമ്മളുടെ സ്വാർത്ഥതയെ, നമ്മളുടെ ഇച്ഛകളെ, നമ്മളുടെ ഇഷ്ടങ്ങളെ എത്രമാത്രം ക്രിസ്തു ഉടച്ചു വാർത്തിട്ടുണ്ട്. എത്രമാത്രം എൻ്റെ ക്രിസ്തുവുമായി നമുക്ക് താതാത്മ്യപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. എത്രമാത്രം എൻ്റെ ജീവിതം കൊണ്ട് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നാം ധ്യാനപൂർവ്വം ചിന്തിക്കേണ്ടത് തന്നെയാണ്. നാം ധ്യാനനിമഗ്നരായി അതിനു മുമ്പിൽ ഇരിക്കേണ്ടത് തന്നെയാണ് എന്ന് എനിക്ക് തോന്നുന്നു. 2000 വർഷത്തെ ക്രിസ്തു അനുഭവം കൊണ്ട് പോലും നമ്മളുടെ ജീവിതങ്ങളൊന്നും പലപ്പോഴും മാറ്റപ്പെടുന്നില്ലല്ലോ. നമ്മൾ സങ്കടത്തോടെ ധ്യാനിക്കേണ്ടതാണ് ഈ ഒരു ചിന്ത. ഇത് ഈ ഒരു കാലഘട്ടത്തിൻ്റെ ദുരന്തമാണെന്ന് പോലും പലപ്പോഴും എനിക്ക് തോന്നിപ്പോകുന്നു സഹോദരങ്ങളെ. ക്രൈസ്തവ സമൂഹത്തിന് നമുക്ക് ക്രിസ്തുവിൻ്റെ സാക്ഷ്യമായി മാറാൻ എന്തുകൊണ്ട് നമുക്ക് കഴിയാതെ പോകുന്നു? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരി, വീണ്ടും ആവർത്തിച്ചൊന്ന് പറയട്ടെ, ഇവിടെ 4 കാര്യങ്ങൾ മാത്രമാണ് ഇതുമായി പങ്കുവെച്ചത്. ബഥേലിലേക്കുള്ള വിളി എന്നുള്ളത് ഷേഖേമിൻ്റെ
ആത്മീയമായ ഉറക്കത്തിൽ നിന്ന് ദൈവഭവനത്തിലേക്കുള്ള വിളി തന്നെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. രണ്ടാമതായി നമ്മൾ കണ്ടു, പെനുവേൽ അനുഭവം പിന്നിട്ടെങ്കിൽ മാത്രമേ, സഹോദരനുമായി രമ്യതപ്പെട്ടെങ്കിൽ മാത്രമേ, സഹോദരനുമായി അനുരഞ്ജനപ്പെട്ടെങ്കിൽ മാത്രമേ ദൈവഭവനത്തിലേക്ക് നിനക്ക് പ്രവേശനമുള്ളൂ എന്നുള്ളതാണ് രണ്ടാമതായി നമ്മൾ കണ്ടത്. മൂന്നാമതായി നമ്മൾ കണ്ടു, ബഥേലിലേക്കുള്ള വിളി എന്നുള്ളത് യാഗാർപ്പണത്തിനുള്ള വിളിയാണ്. എന്ന് വെച്ചാൽ നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ കാഴ്ചയായി സമർപ്പിക്കുന്നതിനുള്ള വിളി തന്നെയാണ് ബഥേലിലേക്കുള്ള വിളി എന്നുള്ളത്. നാലാമതായി കണ്ടു, ബഥേലിലേക്കുള്ള വിളി എന്നുള്ളത് പുതിയ പേരിനുള്ള വിളിയാണ്, പുതിയ ദൗത്യത്തിനുള്ള വിളിയാണ്. ഈ വിളികൾ സ്വീകരിക്കുവാൻ നമുക്ക് കഴിയുമോ? എങ്കിൽ തീർച്ചയായും നമ്മൾ ദൈവഭവനത്തിൽ വസിക്കുന്നവരായിരിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയുക. ദൈവഭവനത്തിലാണ് വസിക്കുന്നത് എങ്കിൽ തീർച്ചയായും അവൻ്റെ വാഴ്വിൻ്റെ കരം നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് നാം തിരിച്ചറിയുക. ആ വാഴ്വിൻ്റെ കരം എന്നും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. എന്നും നമുക്ക് അവൻ്റെ ബഥേലിൽ തന്നെ പാർക്കുവാൻ കൃപ ലഭിക്കട്ടെ. അതിനായി നമുക്ക് നമ്മുടെ കണ്ണുകളെ അടച്ച് ഒരു നിമിഷം കരങ്ങൾ കൂപ്പി